Lord, may you be glorified. May you be glorified. May you alone be glorified, oh Jesus. We dedicate our lives to you, saying that you should be known and loved because you deserve to be loved, Jesus. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങയെ സ്നേഹിക്കാനായിട്ട് you alone are worthy of that love, Jesus. You alone are worthy of all our attention, all our praise, all our consideration, Jesus. And we thank you. And we thank you, ഈശോ. നമുക്ക് ഒരുമിച്ചൊന്ന് ഈശോ സ്തുതിക്കുന്ന വർഷങ്ങൾ ഈശോയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. Thank you, Almighty Jesus. Hallelujah, hallelujah, hallelujah. Praise you, praise you, praise you. ഈശോ മഹത്വപ്പെടുന്നു. Hallelujah. Thank you, Almighty God. Thank you, Almighty God. We praise you, praise you. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Hallelujah. Rakabira baba hadimishakira. Praise you, praise you, Almighty Jesus. We thank you, Almighty God. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you. Praise you, praise you. Hallelujah, Shiva, Aradhana, Mahuttam, hallelujah. Thank you, Jesus. Thank you, Almighty God. Thank you, Almighty God. Thank you, Almighty God. Thank you, Almighty Jesus. Praise you, praise you. Father, you are the King of Thank you, Lord. Thank you, Lord. Thank you, Lord Jesus. ഈശോ, ഞങ്ങൾ ഓരോരുത്തരും പല പല സ്ഥലത്തായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ മിഷനോട് കൂടെയാണല്ലോ ഈശോയെ. കുടുംബങ്ങളെ പറ്റിയുള്ള അങ്ങയുടെ വലിയ സ്വപ്നത്തിന്റെ ഒരു ഒരുക്കത്തിനാണല്ലോ ഈശോ അങ്ങ് ഞങ്ങളെ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിളിക്ക് ഉത്തരം നൽകിയ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ ഒരു ദൗത്യം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത്, അങ്ങയുടെ വിളി ഞങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത്, അത് റെസ്പോണ്ട് ചെയ്യാനുള്ള കൃപയും അതോടൊപ്പം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഈശോയെ ഈ ടാസ്കും അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഗ്രേസും ഒരുമിച്ച് തന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. ഒരുമിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ ഓർത്ത്, നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തോട് നമുക്ക് നന്ദി പറയാം. ഈശോ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. We praise you, we praise you, we glorify you. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കരുതലിനായി നന്ദി പറയുന്നു. Hallelujah. We praise you, praise you, praise you. Oh, praise you, oh, praise you, Jesus. We thank you, Lord. We thank you, Lord. We thank you, Lord. We thank you, Lord. Hallelujah, hallelujah, hallelujah. മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ നന്ദി പറയുന്നു. ഈശോ നന്ദി പറയുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus, Lord. Hallelujah. ഈശോയെ നന്ദി പറയുന്നു. ഈശോ നന്ദി പറയുന്നു. ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ മാറ്റി വെച്ചത് അങ്ങയുടെ പിതാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായിരുന്നല്ലോ ഈശോയെ. And you were born so that we will be reconciled with the Father who is holiness. ഈശോയെ അങ്ങയുടെ മരണത്തിലൂടെ, അങ്ങ് രക്തം ചിന്തിയതിലൂടെ you joined us with Abba forever. ഒന്നിനും ഞങ്ങളുടെ പാപങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഞങ്ങളെ ദൈവവുമായിട്ട് രഞ്ജിപ്പിച്ചല്ലോ ഈശോയെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനെ ഓർത്ത്, കുരിശു മരണത്തെ ഓർത്ത്, കുരിശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയെ ഓർത്ത്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്രയും വലിയ പാപങ്ങൾ ചെയ്ത് ഇത്രയും വലിയ കുറവുകൾ ഉള്ളവരായിട്ട് പോലും ഞങ്ങൾക്കും ഇപ്പോഴും ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാനുള്ള കൃപ നൽകിയ അങ്ങയുടെ കുരിശു മരണത്തെ ഓർത്ത്, അങ്ങയുടെ രക്തത്തുള്ളികളെ ഓർത്ത്, അങ്ങയുടെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള വേ ഓഫ് ദ ക്രോസ്, അങ്ങ് കുരിശ് വഹിച്ച് നടന്ന വഴികള്, അങ്ങ് ഗത്സമേൽ ചിന്തിയ രക്തം ഈശോയെ, അതുപോലെ ഗാഗുൽഥായിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പകർന്നു നൽകിയത്, പിന്നെ വീണ്ടും ഇന്ന് ഡെയിലി മാസ് ഞങ്ങൾ അങ്ങയുടെ ആ മരണവും അങ്ങയുടെ ഉത്ഥാനവും എന്നും അനുദിനം ഞങ്ങൾ റീനാക്ട് ചെയ്യുമ്പോൾ, ഞങ്ങൾ ഒന്നുകൂടെ സ്വന്തമാക്കുമ്പോൾ, ലീവ് ചെയ്യുമ്പോൾ ഈശോയെ ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ഈ രക്ഷയെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷയെ ഓർത്ത്, പാപികൾ എന്നുള്ള പേര് മാറ്റി പുത്രന്മാരും പുത്രികളും എന്നുള്ള നെയിം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവ് നന്ദി പറയാം. We praise you, Jesus. We thank you, Jesus. ഈശോ നന്ദി പറയുന്നു കർത്താവെ. കുരിശിലൂടെ തന്ന രക്ഷയെ ഓർത്ത് നന്ദി പറയുന്നു. Hallelujah, hallelujah. We praise and we glorify you. We thank you, oh Jesus.
exalt your holy name. We praise and we exalt your holy name. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Praise you. Praise you. Praise you. Praise you, Jesus. Praise you. Praise you. Praise you. Thank you, I praise you, adore Thank you, you. Jesus. Thank you, Jesus. Thank you, I Glory, praise you, thank you. adore you. Thank you, Lord. Thank you, Thank you, Thank Jesus. you, I praise you, adore you. Hallelujah. 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 ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മുഖം ഞങ്ങൾ ഓർക്കുന്നു. So much of beauty in your face, Lord Jesus. So much of love in your face, Lord Jesus. ഞങ്ങളുടെ പാപങ്ങളൊന്നും പരിഹരിക്കാതെ ഒരു കൊച്ചു കുഞ്ഞ്, if it falls into some dirt, അതിന്റെ അമ്മയ്ക്ക് ഒരിക്കലും അതിനെ ബ്ലെയിം ചെയ്യാൻ തോന്നത്തില്ല. Because it's her mom that she's incapable of doing anything better. അത്രയ്ക്ക് ഫിൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയാലും അമ്മയ്ക്ക് കൊച്ചിനോട് കമ്പാഷൻ അല്ലാതൊന്നും തോന്നത്തില്ല. ഈശോയെ, isn't this a way to look into our lives? ഓരോരുത്തരുടെയും മുറിവേറ്റ് ചതഞ്ഞ ദുഃഖങ്ങളും നീരും പ്രശ്നങ്ങളും ഉള്ള പാപങ്ങൾ ഒത്തിരിയുള്ള ഞങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ ഈശോയെ ജഡ്ജ്മെന്റോടെ ഈശോ ഞങ്ങളെ നോക്കുന്നത്. എത്ര സ്നേഹത്തോടെ എത്ര കരുണയോടെയാണ് അങ്ങ് ഞങ്ങൾ ഓരോരുത്തരും പിന്നെ നോക്കുന്നത്, പിന്നെയും സ്നേഹിക്കുന്നത്. ഈശോയെ, as we gather together today to contemplate, meditate on sin and sinful life, and as we prepare this Lenten journey for the great mystery of your resurrection, Lord, ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈശോയെ, ഈ പാപങ്ങൾക്ക് ഞങ്ങളെയും ദൈവത്തെ നമ്മൾ അകറ്റാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം. May that great mystery, great truth sink into our lives, Jesus. ഈശോ, ഞങ്ങളുടെ ലൈഫിന്റെ അടിസ്ഥാനം ഈ ഒരു കാര്യമായിരിക്കട്ടെ ഈശോയെ. ഞങ്ങളുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ കുറവുകൾക്കും ഒരിക്കലും ഈശോയുടെ സ്നേഹത്തിൽ നമ്മളെ അകറ്റാൻ പറ്റത്തില്ല എന്നുള്ളത്. ബിക്കോസ് അതിനുള്ള ഉത്തരം ഈശോനെ തന്നു കഴിഞ്ഞു. But what we need to do is to offer those sins to you. കാരണം അങ്ങ് പറഞ്ഞു, ഞാൻ കരുണയിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. അബ്ബ, you have told that in the book of prophet Micah chapter 7 we read that. ഞാൻ കരുണയിൽ ആനന്ദിക്കുന്നു. I revel in compassion. കരുണ കാണിക്കുന്നതിൽ, പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കരുണ കാണിക്കുന്നതിൽ ആനന്ദിക്കുന്നവനാണ് നമ്മുടെ ദൈവം. So we have a great hope in him. ഒരു പാപത്തിനും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല, ഒരു കുറവിനും നമ്മളെ തകർക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പില് നമ്മുടെ കുറ്റങ്ങളെ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മളെ അക്യൂസ് ചെയ്യുന്നു എനിമി, അവർ സോൾസ് എനിമി, ഹ്യൂമൻ കൈൻഡ്സിന്റെ എനിമിക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റ് കാണിച്ച് നമ്മളെ ഇനിയും തല താഴ്ത്തി നടത്താൻ അവന് പറ്റില്ല. ബിക്കോസ് അവർ വിക്ടറി ഈസ് ഓൾറെഡി മെയ്ഡ്. നമുക്ക് വേണ്ടി മരിച്ചുയർത്തവൻ നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ആസ് ഈസ്റ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ വെസ്റ്റ്, അത്രത്തോളം ദൈവം നമ്മയും നമ്മുടെ പാപത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. They can never be together. ഈശോയെ, എത്ര വലിയ മിസ്റ്ററിയാണ് അങ്ങയുടെ സ്നേഹം. ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. ഈ അങ്ങയെ സ്തുതിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ പാപമോചനം, അങ്ങ് ഞങ്ങൾക്കായിട്ട് നേടിയെടുത്ത ഈ വിജയം, ഞങ്ങളുടെ തന്നെ പാപങ്ങളുടെ മേല് ഞങ്ങൾ ആ വിജയം ആഘോഷിക്കുന്നു. That our sins are insignificant for our lives because Jesus has delivered us from our sins. ഈശോ യഥാർത്ഥ അനുതാപം കൊണ്ട് it is suitable for repentance. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് മാറ്റാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Rejection of our sins, അത് പുതിയ നല്ല ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് ഞങ്ങൾക്ക് കൃപ തരട്ടെ കർത്താവേ. ഞങ്ങൾ അതിനായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. The life that you walked on this earth, തിന്മയെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങ് ഈ ലോകത്ത് കടന്നുപോയ വിജയത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും നടക്കുന്നതിനായിട്ട് ഈശോയെ, അങ്ങ് നൽകുന്ന രക്ഷയോടൊപ്പം അങ്ങ് നൽകുന്ന ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും ഞങ്ങളിത് സ്വീകരിക്കുന്നു. Brothers and sisters, let us offer to the Lord these moments, each one of our sins.
that they will be burnt away in the abyss of this great mercy of God. ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നിച്ചൂളയായ ഈശ്വര തിരുഹൃദയത്തിന്റെ അഗ്നിയിൽ നമ്മുടെ പാപങ്ങൾ ജ്വലിച്ച് തീരട്ടെ. ഒരിക്കലും അവയ്ക്ക് വിലയില്ല. Because Jesus loves us so much, so much. യേശു നമ്മെ നോക്കുമ്പോൾ, സ്നേഹത്തോടെ നോക്കുമ്പോൾ ഒരു പാപവും കാണാനില്ല. അത്രയ്ക്ക് അവിടെ നമ്മെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹം പാപത്തെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. Let us receive that great news from the heart of God. അതുപോലെ ഈശോയോട് നമുക്ക് സ്വീകരിക്കാം. ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് സ്വീകരിക്കാം. ഓരോ പാപവും നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ കുറവുകൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഹാർഷായിട്ടുള്ള വേർഡ്സ്, നമ്മുടെ ഹാർഡ് ഹാർട്ടഡ്നെസ് ടുവേർഡ്സ് ഗാഡ് ആൻഡ് ടു അവർ ബ്രദറൻ, നമുക്ക് ഡോമിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, നമ്മുടെ സെൽഫിഷ്നെസ്, നമ്മുടെ പ്രൈഡ്, എല്ലാം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഏറ്റവും പ്രധാനമായിട്ട് ഈശോ വേദനിപ്പിക്കുന്നത് നമ്മുടെ കഠിന ഹൃദയമാണ്, which is towards God and also towards our brethren. നമുക്കിപ്പോ കൊടുക്കാം. ഈശോ തന്ന പ്രോമിസ്, ദൈവം തന്ന പ്രോമിസ്, എസേക്കിയേൽ ചാപ്റ്റർ 36 നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയത്തെ എടുത്ത് മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. Let us receive that new heart from Jesus. അവിടുത്തെ ഹൃദയം പോലെ തന്നെ നിർമ്മലമായ ടെൻഡറായിട്ടുള്ള ഹൃദയം, എല്ലാവരുടെയും മുമ്പില് അലിയുന്ന ഒരു ഹൃദയം, നമ്മളെപ്പോലെ തന്നെ സഹപാപികളായ എല്ലാ മനുഷ്യരോടും കരുണ മാത്രമുള്ളൊരു ഹൃദയം, അത് നമുക്ക് സ്വീകരിക്കാം. ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് സ്വീകരിക്കാം. സ്നേഹത്തിൽ നമുക്ക് നിറയാം. Thank you, Lord. Thank you, Jesus. As we receive these graces from your most sacred heart, Jesus, consume us with your love. Praise you. Praise you. ഞങ്ങൾ ഇല്ലാതായി തീർന്നു. That you will grow in us, that you will multiply in us, that you will proceed from our lives into the lives of others. ആ കൃപ ഞങ്ങൾ സ്വീകരിക്കുന്നു ഈശോ. Thank you, Lord. Thank you, Jesus. Thank you, dearest Holy Spirit. Thank you, dearest Holy Spirit. പേടിച്ച്, കഴിവില്ലാതെ, ധൈര്യമില്ലാതെ ഈശോ പ്രഘോഷിക്കാനോ, സ്വന്തം ഈശോ തള്ളിപ്പറയും, ഈശോ ഇട്ടിട്ട് ഓടിക്കളയും ചെയ്തതിൻ്റെയൊക്കെ ദുഃഖവും അപമാനവും ഒക്കെ വെച്ച് കുറെ നാള് പ്രാർത്ഥിച്ചിരുന്ന ബലഹീനരായ ഞങ്ങളുടെ സഹോദരങ്ങളായ അപ്പോസ്റ്റൽസിന് ശക്തി പകർന്നുകൊണ്ട് അവരുടെ പാപത്തെ പറ്റിയുള്ള ചിന്തയും കുറ്റബോധവും എല്ലാം വായിച്ചു കളഞ്ഞുകൊണ്ട് അവരുടെ ലൈഫ് എന്നേക്കുമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിലേക്ക് എഴുന്നള്ളിയ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സമൂഹത്തിലേക്ക് അങ്ങ് പുതുതായിട്ട് കടന്നു വരണമേ. സ്നേഹത്തിന്റെ പുതിയ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വിശുദ്ധിക്കുള്ള പുതിയ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. Thank you, Lord. Thank you, Lord. Thank you, Lord. നമുക്കൊന്ന് ഈശോ സ്തുതിക്കാം, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം, പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. Hallelujah. Praise you, Almighty God. Praise you, dearest Holy Spirit. Praise you, dearest Holy Spirit. Praise you, Holy Spirit. Thank you, Lord. 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 Hallelujah. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Beautiful. Okay. Thank you, Gina, for the wonderful
Thank you. Praise and worship initiated. I am very spiritually involved. I have a hard time coming out of it. It's beautifully. It's so inspiring. Okay, welcome everybody to the Shub class number, third class of Shub. So I welcome everybody who are participating in this one or contributing their ഇതിലേക്ക് അവനവന്റെ വ്യക്തിപരമായ contribution ചെയ്ത എല്ലാവരെയും, each and everyone, I welcome to this program, especially Joshi Achan, Kucharani, Rita Johnson, Shaiju, and Gina. Especially we have to say Gina. She did a wonderful job. So today നമ്മളുടെ പഠിക്കുന്ന നമ്മളുടെ ക്ലാസ്സിന്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാപാവസ്ഥയും എന്നതാണ്. സ്നേഹകുടുംബവും. ജോഷി അച്ഛനാണ് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് വചനഭാഗവും കൂടി എടുക്കാം. അതിൻ്റെ കൂടെ ലൂക്കാസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാണാതായ നാണയത്തിന്റെ ഉപമ ഇതിന് യോജിക്കുന്നതാണ്. ഒരു സ്ത്രീ കയ്യിലുള്ള 10 നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ എത്രമാത്രം അതിനുവേണ്ടി പരിശ്രമം അടിച്ചു വാരിയും ലൈറ്റ് തെറ്റിച്ചും എല്ലാം ഇങ്ങനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും കണ്ടുകിട്ടിയപ്പോൾ എത്രത്തോളം സന്തോഷം അവരിലുണ്ടായി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതാവസ്ഥയിൽ ഒരു പാപിയുടെ മനസ്സാന്തരം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്ന ഒരു അവസരമാണ്. സോ നമുക്ക് ഈ സമയത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ നോമ്പുകാലം ഒരു മാനസാന്തരത്തിന്റെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തിന്റെ കാലമാക്കി മാറ്റണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് വെടിപ്പുള്ളതാക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ എല്ലാം വിശദീകരിക്കുവാൻ ഈ നോയമ്പുകാലം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു കുമ്പസാരം എന്ന കൂദാശയിലൂടെയും നമുക്ക് തന്നിട്ടുള്ള ഓരോ പ്രത്യേകിച്ച് ഒന്നുകൂടെ ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മൾ വിചാരിക്കുമോ നമ്മൾ വലിയ മാരകപാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിച്ചാൽ, നമ്മൾ ഒത്തിരി ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്തതിൽ കൂടുതൽ ചെയ്തു പോയിട്ടുണ്ടായിരിക്കും. സോ അതിനെല്ലാം നമുക്ക് ഒരു തീരുമാനമെടുത്ത മേലിൽ നമുക്കൊരു മനസ്താവിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരാം. അത് ഈ നോയമ്പുകാലം പ്രത്യേകം നമുക്കൊരു തിരിഞ്ഞു നോക്കലിന്റെ കാലം കൂടിയാണ്. സോ എല്ലാവരെയും ഒരു കുമ്പസാരത്തിലെ കൂദാശകളിലൂടെ നമ്മൾ വിശദീകരിക്കപ്പെട്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുകയും തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് നമുക്ക് ടെസ്റ്റിമണിയാണ്. അത് കൊച്ചുറാണി. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോഷി അച്ഛ, കേൾക്കാവോ? കേൾക്കാം. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോഷി അച്ഛ, പ്രിയ സഹോദരി സഹോദര, നിങ്ങളെ ശൂബിലെ എല്ലാ കുടുംബാംഗങ്ങളെ, ഇന്ന് എന്നിൽ നിശബ്ദമായിരിക്കുന്നത് പാപാവസ്ഥ എന്ന ക്ലാസ്സിനെ കുറിച്ച് ആസ്പദമാക്കി ഒരു ടെസ്റ്റിമണി പറയണമെന്നുള്ളതാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. നമുക്ക് ദൈവം തരുന്ന എല്ലാം ദൈവസ്നേഹമാണല്ലോ. ദൈവം നമുക്ക് തരുന്ന എല്ലാ ജീവിതത്തിലെല്ലാ നല്ലതും തീറ്റയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് ഉള്ള ബോധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിജീവിക്കാൻ നമുക്ക് അത് സ്വീകരിക്കാനും സാധിക്കും. പിന്നെ പാവാവസ്ഥയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് നേരത്തെയൊക്കെ നമുക്ക് കൂടുതൽ അറിവ് ലഭിച്ചതിന് ശേഷം നമുക്ക് പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായത്, അല്ലെങ്കിൽ കൽപ്പനകളുടെ ലംഘനമാണല്ലോ പാപം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് കുറച്ച് കൽപ്പനകൾ 10 കൽപ്പനകൾ പഠിച്ചു. അതിനെ 2ആയിട്ട് സംഗ്രഹിച്ച് പഠിച്ചു. ഇതൊക്കെ ലംഘിച്ചാലാണ് പാപം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു ചിന്തയിൽ കൂടെ കടന്നുപോയി. അപ്പോൾ അതിനുശേഷം നമ്മള് ബാല്യകാലത്തൊന്നും നമുക്ക് സ്കൂൾ ഗോയിങ് കാലങ്ങളിലൊന്നും നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളൊരു പർദീസ അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു പോരുകയാണ്. അത് കഴിഞ്ഞ് വിവാഹിതയായപ്പം ഞാൻ ഉദ്ദേശിക്കാത്ത രീതിക്കുള്ള സാധനങ്ങളും സന്തോഷങ്ങളും എനിക്ക് ജീവിതത്തിലുണ്ടായി.
അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പാവം എന്ന് പറഞ്ഞ ഈ 10 കൽപ്പനയുള്ള, അല്ലെങ്കിൽ ഞാൻ ബൈബിള് വായിക്കാനൊന്നും എനിക്ക് അത്രയും താല്പര്യമില്ല. കാരണം ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങള്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോഴൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് സംഭവം നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് മറ്റൊരാളുടെ സഹായം കൂടി എനിക്ക് വേണമായിരുന്നു ആ കാലഘട്ടം. അത് കഴിഞ്ഞേച്ച് അപ്പോഴും കുഴപ്പമില്ലാതൊക്കെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. സങ്കടങ്ങളൊക്കെ വന്നാലും അതിനെ വലിയ സാധാരണഗതിയിൽ പോകുന്നു. പിന്നെയാണ് എന്റെ ഭർത്താവിന്റെ മരണം. ആ കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ ഞാൻ 3 കാര്യങ്ങളാണ് കർത്താവിനോട് ചോദിക്കുന്നത്. ഒന്ന്, എന്നെ ഒരു വചനപ്രഘോഷയാക്കണം. രണ്ടാമത്തെ, എന്റെ 3 കുഞ്ഞുങ്ങളെ ഭർത്താവിനെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. പിന്നെയുള്ളത്, ഞാൻ മരിക്കുമ്പോ എന്റെ ആത്മാവിനെ അങ്ങ് തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മരിക്കണം. ഈ 3 എനിക്ക് അല്ലാതെ വലിയ ലൗകിക കാര്യങ്ങളിലൊന്നും ഞാൻ ചോദിക്കാറില്ല കർത്താവിനോട് വേറുള്ളതെന്ന്. പക്ഷെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏതാണ്ട് വലിയ എക്സ്ട്രീം നിൽക്കുകയാണ്, ഇനി എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ്. അപ്പോഴാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയ്ക്ക് വരുമ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് എല്ലാ വൈദ്യരോടും, ഇനി നാട്ടിൽ ഇവിടെ വന്നാൽ കുമ്പസാരിക്കാനൊന്നും പറ്റിയല്ലോ. അപ്പൊ എല്ലാ വൈദ്യരോടും എനിക്ക് വചനപ്രഘോഷയാണ്, എനിക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം, ഞാൻ കയറി പോവാ, ഞാൻ അവിടെ ചെന്നാൽ കുമ്പസാരിക്കാനൊന്നും പറ്റിയല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ വന്ന ഇംഗ്ലീഷിലല്ലേ കുമ്പസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയായിരുന്നു എന്റെ ധാരണ. ഞാൻ പറഞ്ഞു വരുമ്പോൾ ചരിത്രം പറഞ്ഞു കഴിയുമ്പോൾ കൂടി പോവായിരിക്കും. ഞാൻ കൺക്ലൂഷനെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് മറ്റൊരു അനുഭവമാണ്. അപ്പൊ ഞാൻ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ദൈവം എന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന 1-ാം സ്ഥാനം ദൈവത്തിനാണോ കൊടുക്കുന്നത്, അല്ലെ എല്ലാം ഉള്ളപ്പോഴാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? എനിക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ ഞാനൊരു ശരിക്കും സുഖമായി ജീവിച്ചൊരു അനുഭവത്തിലായിരുന്നു. ജോബിനെ പോലെ എല്ലാം ഉണ്ടായിരുന്നു. 25 വർഷം കൊണ്ട് ഞാൻ എല്ലാം നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്ന് എല്ലാം ഉയർത്തി എനിക്ക് അത് അനുഭവിക്കാൻ ഒരു പർദീസായിൽ കൂടെ ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പോവുക. അപ്പോഴും എല്ലാം ഉണ്ട് എനിക്ക്. ഒന്നും ഇല്ലാത്തപ്പോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്നറിയാൻ വേണ്ടി കർത്താവ് എനിക്കൊരു പരീക്ഷണം ആ സമയത്ത് അനുവദിച്ചു. അതാണ് എന്റെ ഭർത്താവിന്റെ വേർപാട്. അതെനിക്ക് ഭയങ്കര ഷോക്ക്. പക്ഷെ ആ ദിവസങ്ങളൊക്കെ ഞാൻ എങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അങ്ങ് അത് ജീവിച്ച്, പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു മൂഡിലേക്കായി. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. മക്കള് എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും മക്കളും കൊണ്ട് വേറൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ലെക്സിയോ ഡിവിന എന്നും പറഞ്ഞൊരു സിസ്റ്റർ എന്നെ ഒരു കോഴ്സ് ബൈബിള് വാചന ചേർത്തായിരുന്നു. അപ്പോഴൊക്കെയാണ് എനിക്ക് ബൈബിൾ ഞാൻ അല്ലെങ്കിൽ വായിക്കുമെന്നുള്ളൂ. പിന്നെ ആയപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഒരു ബൈബിളും തന്നെയായി ജീവിതത്തിൽ. ഒരു റൂമിൽ ഞാനും ഈ ബൈബിൾ, സമ്പൂർണ്ണ ബൈബിളും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പിന്നെ ആശ്രയം കർത്താവ്. വചനം എടുത്ത് വായിക്കും. പിന്നെ എനിക്ക് വായിക്കുമ്പോ എനിക്ക് ആ വചനം എന്നെ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോ എനിക്ക് 2 വചനങ്ങളാണ് എന്നെ കൂടുതലായിട്ട്. ഒന്ന് മത്തായി 5:44-45. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെയുള്ള വേറൊരു വചനം, ഞാൻ അതിന്റെ കോട്ടിങ് എവിടാന്ന് കൃത്യം ഓർക്കുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുക, എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക, ബാക്കി എന്ത് നിങ്ങൾ ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ യോഹന്നാൻ 14 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മാത്രം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ വചനമൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് ആഴത്തിൽ സ്പർശിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഇത് വരുമ്പോൾ ഞാൻ വചനം കൂടുതൽ അനുസരിക്കാൻ വേണ്ടി നോക്കി. അല്ലെങ്കിൽ ആ വചനം കർത്താവിനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ളതാണല്ലോ. ഈ അടുത്ത കാലത്തുണ്ടായ പിന്നെ നേരത്തെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇപ്പം വന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന കൃപയെന്ന് പറയുന്നത്, എനിക്കിപ്പോ ആരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കേണ്ടാത്തൊരവസ്ഥ. കാരണം ഞാൻ എന്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം വചനം പറഞ്ഞിട്ടുണ്ട്, വചനം സത്യമല്ലേ. ഇപ്പൊ എന്റെ മക്കളും പറയും വേറുള്ളവർ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുക. അപ്പോഴൊക്കെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പണ്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ആരെങ്കിലും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചാല് ആ കാര്യം കർത്താവ് എനിക്ക് നടത്തി തരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് ദൈവത്തെ പിന്നെ വിട്ട് അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഈ അടുത്ത 2-3 ആഴ്ചക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായത്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് എന്നെ ഇങ്ങനെ അകാരണമായിട്ട് വേദനിപ്പിക്കുക, മറ്റുള്ള മുമ്പിൽ കുറ്റം പറയാം. അപ്പൊ ഞാൻ കുറച്ച് സമയങ്ങളൊക്കെ അത് കേട്ട് അതിനെ അതിജീവിച്ച് ദൈവത്തിന്റെ ഈ വചനമൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരും.
ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്ന കർത്താവ്, ഞാൻ ഇതാ സഹിക്കുന്നു, ഇതാ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ട് ഒരു ദിവസം എന്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ടും മോശമല്ല, കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ അങ്ങോട്ട് ഞാൻ പ്രതിഷേധിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായി. കുറ്റബോധം എന്ന് പറഞ്ഞാൽ പാപബോധം ഉണ്ടായി. കാരണം വെച്ചാല് ഇതുവരെയും കർത്താവ് എന്നെ ഇത്രയൊക്കെ കാത്ത് പരിപാലിച്ച് ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഒരു സമയം എന്റെ കൺട്രോൾ വിട്ടുപോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ അന്ന് ഞായറാഴ്ച പരിശുദ്ധ ആ വ്യക്തിയും ഞാനും പള്ളിയിൽ വരും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്റെ ബോധ്യം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അവരോട് ക്ഷമ ചോദിക്കണം? ഞാൻ ആവശ്യം എനിക്കില്ല, അവരല്ലേ എന്നെ ഇങ്ങനെ കാണിച്ചത്. ആ ഒരു ചിന്താഗതിയില്ല. പിന്നെ എനിക്ക് വിഷമം അങ്ങോട്ട് മൂത്തിട്ട് ദൈവമേ ഇനി ഞാൻ മിണ്ടാതിരുന്നു പോയി എനിക്ക് ആ വ്യക്തിയോട് മിണ്ടാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് കർത്താവിനൊരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൽപ്പന ഞാൻ ലംഘിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പരിശുദ്ധ കുർബാന ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ഞായറാഴ്ച കുർബാനയ്ക്ക് വൈകിട്ട് മുമ്പ് ഞാൻ പോയിട്ട് മാതാവിനെ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുക. എന്റെ മാതാവെ ഞാൻ ജപമാലയിൽ കാഴ്ചവെക്കുക ആ വ്യക്തിക്ക് വേണ്ടി. എന്നെ മാതാവെ എനിക്ക് ആ വ്യക്തിയോട് മിണ്ടാൻ പറ്റണേ, എനിക്ക് അങ്ങനെ ഒരു തുറവി തരണേ എന്നുള്ള പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അവസാനത്തെ രഹസ്യം കൈ പിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആ വ്യക്തി പള്ളിയിലേക്ക് കയറി വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. ഞാൻ മനസ്സ് തുറന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞ് ആ വ്യക്തി വന്ന് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. കൊച്ചിനാണി ബൈബിള് വായിക്കണേ, ലേഖനത്തിൽ അവിടെ ആരും ഇല്ലെങ്കിൽ ശുശ്രൂഷയാകണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര അനുഭവം. കാരണം ദൈവസ്നേഹം ഞാൻ അനുഭവിക്കുക. പിന്നെയുള്ള വ്യക്തി സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഈ കർത്താവിനോട് പണ്ടൊക്കെ ഞാൻ വേറൊരാൾ പ്രാർത്ഥനാ സഹായം ചോദിക്കായിരുന്നു. എനിക്കിപ്പോ എന്റെ കർത്താവിന്റെ കൃപ കൊണ്ട് ഞാൻ ദൈവത്തോട് എന്ത് അപ്പാന്നൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ ഉടനടി എന്റെ അടുത്തുണ്ടെന്നുള്ള ആ ബോധ്യം എനിക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവത്തിൽ കൊണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പാപാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയുള്ള ഞാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങള് ജപമാലയും പരിശുദ്ധാത്മാനെ വിളിച്ചപേക്ഷിക്കും, പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഞാൻ അതെല്ലാം കാഴ്ചവെക്കും. പണ്ടൊക്കെ എനിക്ക് ആരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയല്ല, കാരണം അവരല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോ അങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ഈ നോയമ്പ് കാലത്തിന് മുമ്പ് എല്ലാവരോടും ക്ഷമ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് എന്റെ നാവിന് ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം തന്നത് പരിശുദ്ധാത്മാവിന്റെ ഒറ്റ ഒരു കൃപ കൊണ്ടുമാണ്. അപ്പൊ എനിക്കിത് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള കുമ്പസാരം, ജപമാല, ദൈവവചനത്തിനോടുള്ള ആഴത്തിലുള്ള സ്നേഹം, ഇതൊക്കെ നമ്മളെ പാവാവസ്ഥയിൽ നിന്ന് മോചിതരാക്കും. നമുക്കും ദൈവമായിട്ട് നല്ലൊരു അഭേദ്യമായ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. Thank you, Kuchurani. What a beautiful testimony. അടുത്തതായിട്ട് നമുക്ക് ജോഷി അച്ഛനെ പാവാവസ്ഥയും കുടുംബവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ സ്നേഹത്തോടും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് അച്ഛനെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛനെ കേറിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മള് പാപാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുകയാണ്. കുടുംബവും പാപാവസ്ഥയും എന്നതാണ് നമ്മുടെ വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കുക. പാപത്തെക്കുറിച്ചുള്ള ബൈബിളിലെ പരാമർശം അത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ മനുഷ്യന്റെ പാപാവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ സ്വാഭാവികമായും ബൈബിൾ നമുക്ക് കുടുംബത്തെ കാണിച്ചു തരികയാണ്. കുടുംബവും പാപവും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമുക്ക് കുടുംബം വിശുദ്ധം, ദൈവവിശ്വാസമുള്ളത്, നന്മയുള്ളത്, പരസ്പര ബന്ധവും സ്നേഹവും ഉള്ളത്, എല്ലാ നന്മകളുടെയും വിളനിലം എന്നൊക്കെ നമുക്ക് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടമാണ്. ശരിയാണ്, അങ്ങനെ തന്നെ വേണം. പക്ഷെ ബൈബിള് കാണിച്ചു തരുന്ന ഈ വഴിയിലൂടെ അല്പം യാത്ര ചെയ്താൽ പാപവും കുടുംബവും എന്ന ആ ഒരു ചിന്ത
കുറെ കൂടി പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അല്പം കൂടി ജാഗ്രതയും അല്പം കൂടി ശ്രദ്ധയും പുലർത്താൻ അത് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആ ഒരു വിചാരത്തോടു കൂടി ഈ ഒരു സെഷനിൽ പങ്കുകൊള്ളുക. നോക്കുക, ആദി മാതാപിതാക്കൾ ആദവും ഹവ്വയും, അവിടെയാണ് ആദ്യത്തെ പാപം സംഭവിക്കുന്നത്. ആരുടെയോ ഓഡിയോ കേൾക്കാം, ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആദവും ഹവ്വയും ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന് കൗതുകകരമാണ്, അത് കാണാൻ നല്ല രസമുള്ളതാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായത് കാഴ്ചയ്ക്ക് നല്ലതാണ്, കഴിച്ചാലോ ആസ്വാദ്യകരവുമാണ്. ഇതാണ് വിഷയം. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായത് വ്യക്തിക്ക് കൂടുതൽ ആകർഷകമായി തോന്നുന്നു, കൂടുതൽ ആസ്വാദ്യകരമായി തോന്നുന്നു. അവിടെയാണ് വ്യക്തി അത് ദൈവഹിത വിരുദ്ധമായി ചിന്തിക്കുകയും ഉടനെ തന്നെ അത് പിന്നെ കുടുംബത്തിലേക്ക് പകരുകയും ചെയ്യുന്നു, ഭർത്താവിന് കൊടുക്കുകയാണ്. അപ്പോ നോക്കൂ, പാപികളായ വ്യക്തികളാണ് കുടുംബത്തിലെ അംഗങ്ങളായി വരുന്നത്. പാപത്തിലേക്ക് ചായ്വുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ കുടുംബം എന്ന് പറയാം, ഇത് സഭയെ സംബന്ധിച്ച് സത്യമാണ്. സഭ വിശുദ്ധമാണ്, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട് സഭ വിശുദ്ധമാണ്. പക്ഷേ സഭയിലെ അംഗങ്ങൾ ആരാ? നമ്മളാണ്. നമ്മള് പാപത്തിലേക്ക് ചായ്വുള്ളവരുമാണ്. അപ്പൊ അതുപോലെ തന്നെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കൂ. ആദ്യ കുടുംബത്തിൽ നമ്മൾ അങ്ങനെ കണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്കറിയാം അത് വലിയൊരു ചതിയായിപ്പോയി, വലിയൊരു ചതിയായിരുന്നു. കണ്ണു തുറക്കും എന്നാ പറഞ്ഞേ, ദൈവത്തെ പോലെയാകും എന്നാ ആ പ്രലോഭകൻ പറഞ്ഞേ. അപ്പോ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞ് അവരെ പാട്ടിലാക്കിയിട്ട് അവസാനം എന്താ സംഭവിച്ചേ? അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണു തുറന്നു. പക്ഷേ അവര് കണ്ണു തുറന്നത് ലജ്ജയിലേക്കാണ്. കണ്ണു തുറന്നത് ലജ്ജയിലേക്കാണ്. ലജ്ജയിലേക്ക് കണ്ണു തുറക്കുക എന്തൊരവസ്ഥയാണ്. മഹത്വത്തിലേക്ക് കണ്ണു തുറക്കുക തീർച്ചയായിട്ടും അത് വളരെ സുന്ദരമായ അവസ്ഥയാണ്. അതേസമയം ലജ്ജയിലേക്ക് കണ്ണു തുറക്കുക എന്ന് വെച്ചാൽ തങ്ങൾ നഗ്നരാണെന്ന് അവർ കണ്ടു, അവരെ നാണിച്ച് പേടിച്ച് അപകർഷതാബോധത്തോടെ മരത്തിന് പിറകിൽ ഒളിച്ചത്രേ. വല്ലാത്തൊരു കാഴ്ചയാണ്. മരത്തിനു പിറകിൽ ഒളിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ ഗതികേട്. മരത്തിനു പിറകിൽ തങ്ങളെ തന്നെ ഒളിപ്പിച്ചു നിർത്തേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ ഗതികേട്. പാപം ഒരു കുടുംബത്തെ ചെന്നെത്തിച്ചത് മറഞ്ഞു നിൽക്കാനുള്ള അവസരമാക്കി. നോക്കൂ, കണ്ണു തുറന്നു, ശരി തന്നെയാണ്, പക്ഷെ ലജ്ജയിലേക്ക് കണ്ണു തുറന്നു. ഇനി ആ ഒരു അവസ്ഥ, ആദ്യ കുടുംബത്തെ വിഴുങ്ങിയ ആ പാപത്തിന്റെ, ലജ്ജയുടെ, ഭയത്തിന്റെ ആ ഒരവസ്ഥ നോക്കണം. ഇനി മക്കളിലേക്ക് പകരുന്നുണ്ട്. അത് കായന്റെയും ആബേലിന്റെയും കുടുംബാവസ്ഥയാണല്ലോ. കായന്റെയും ആബേലിന്റെ അവസ്ഥയില് അസൂയ എന്നതാണ് അവിടെ വിഷയമായിട്ട്. അസൂയ വളരെ വ്യക്തമാണ് അവിടെ. അപ്പോ ആദ്യത്തേത് ഒരു ആസക്തിയായിരുന്നെങ്കിൽ, കണ്ണിന്റെ ആസക്തിയായിരുന്നെങ്കിൽ, ദൈവത്തെ പോലെയാകാനുള്ള വലിയൊരു കൊതിയായിരുന്നെങ്കിൽ, മക്കളിലേക്ക് എത്തുമ്പോ അത് അസൂയയായി പരസ്പരമുള്ള പ്രശ്നമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉൽപ്പത്തി 4:7 ദൈവം കായേനോട് പറയുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന്
ഓർക്കണം. എങ്ങനെ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. ഒന്ന് ആലോചിച്ചു. വാതിൽക്കൽ എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ പശ്ചാത്തലമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. ആദത്തെയും ഹവ്വയെയും ടാർഗറ്റ് ചെയ്ത അതേ പാമ്പ് അവരുടെ മക്കളെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോഴ് അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പോൾ കുടുംബ അംഗങ്ങൾ പടിവാതിൽക്കൽ പതിയിരിക്കുന്ന പാപത്തെ കീഴടക്കണം. നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്ന, നിങ്ങളെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആ സർപ്പത്തെ നിങ്ങൾ കീഴടക്കണം. ഇതാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ പടിവാതിൽക്കലും പാമ്പ് പതിയിരിപ്പുണ്ട്. ഈ ഒരു ചിന്ത ഒന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള നോക്കി. എന്റെ കുടുംബത്തിന്റെ പടിവാതിൽക്കൽ അവൻ പതിയിരിപ്പുണ്ട്. അത് നമ്മളെ കൂടുതൽ ജാഗ്രതയുള്ളവരാണ്. ആ ചിന്ത തന്നെ കൂടുതൽ ജാഗ്രതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, കായേന് സംഭവിച്ചതറിയാം. സ്വന്തം സഹോദരനെ കൊല്ലുന്നവരായിട്ട് മാറി. ഭ്രാതൃഘാതകൻ. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ആ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടു കായേൻ അങ്ങോട്ട് നീങ്ങിപ്പോയി. കാരണം എന്താ? പാപത്തെ കീഴടക്കാൻ അവന് കഴിഞ്ഞില്ല. മറിച്ച് പാപം അവനെ കീഴടക്കി. പാപം അവന്റെ കുടുംബത്തെ തകർത്തു. സ്വന്തം സഹോദരനെ കൊല്ലുന്നവനായി കായേൻ മാറുന്നു. ഇനി ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് നോക്കിയാൽ, നിങ്ങൾ 4-ാം അധ്യായത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ 23-ാം വാക്യത്തിലെത്തുമ്പോ ലാമെക്കിനെയാ കാണുന്നത്. ലാമെക്ക്, കായേന്റെ തലമുറകളിൽ ഒരു ലാമെക്ക് പിന്നീട് കാണാം. കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്. ലാമെക്ക് പറയുന്നത് എന്താ? ലാമെക്ക് പറയുന്നത് കായേന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ ലാമെക്കിൻ്റെത് 70 അല്ലെങ്കിൽ 77 ഇരട്ടിയാണെന്നാണ്. നോക്കൂ, ഇങ്ങനെയാണ് പാപം, പടിവാതിൽക്കൽ പതിയിരിക്കുന്ന പാപം വിജയിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നോക്കൂ, പ്രതികാരമാണ് ഇവിടുത്തെ പാപമായിട്ട് മാറുന്നത്. അപ്പോ കുടുംബത്തിലെ അവസ്ഥകൾ ഒന്ന് നമുക്കറിയാം, അത് വെറുമൊരു കാഴ്ചയിലൂടെ ആരംഭിച്ചതാണ്. കണ്ണിലൂടെ തുടങ്ങിയ പാപത്തിന്റെ അധിനിവേശമാണ്. പാപം ഇരമ്പിക്കയറി കണ്ണിലൂടെ. അങ്ങനെ ഇരമ്പിക്കയറിയ പാപം മാതാപിതാക്കളെ ലജ്ജയിലാഴ്ത്തി, മക്കളെ കൊലപാതകികളാക്കി, പരമ്പരകളെ, തലമുറകളെ പ്രതികാരദാഹികളാക്കി. അങ്ങനെ വലിയ തിന്മയുടെയും അതിക്രമത്തിന്റെയും അതുപോലെ തന്നെ വയലൻസ്, അക്രമത്തിന്റെയും ഒക്കെ വേദികളാക്കി കുടുംബത്തെ മാറ്റി എന്നതാണ്. പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഈ പാപത്തെക്കുറിച്ചുള്ള ഈ ദൈവവചനം തരുന്ന ഈ ഒരു വിഷൻ ഉണ്ടല്ലോ, അതിന് നമ്മുടെ കുടുംബമായിട്ട് എന്താണ്? പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ജാഗ്രതയുടെ കുറവ് ഉണ്ടാകും. സൂക്ഷിക്കണം, ജാഗ്രതയുടെ കുറവ്. കുടുംബത്തിൽ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളെ നടക്കാവൂ എന്നൊരു നിർബന്ധവും അതിനെക്കുറിച്ചുള്ള ജാഗ്രതയും ഇല്ല എങ്കിൽ ഏതു വിധേനയും, അത് കണ്ണിലൂടെയോ കാതിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ ഏതു വിധേനയും
ഇടിച്ചു കയറാൻ പടിവാതിൽക്കൽ പതിയിരിക്കുന്ന പാപത്തിന് കഴിയും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ പുലർത്തേണ്ട ജാഗ്രത, അതാണ് ഒന്നാമതായി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ കുടുംബത്തിൽ ഇന്ന കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ, ഇവിടെ ഇന്ന സംഗതികൾ പാടില്ല എന്നൊക്കെയുള്ള കൃത്യമായ ഒരു 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 അസേർട്ടീവ് പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നന്മയുടെ അസേർഷൻ പാരന്റ്സിലൂടെ തന്നെയാണ് കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇല്ല എങ്കിൽ വീട്ടില് TV-യിൽ ഏത് ചാനലും ഏത് പ്രോഗ്രാമും എന്ത് പരിപാടിയും ആർക്കും എങ്ങനെയും കാണാം എന്നൊരവസ്ഥയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. പ്രത്യേകിച്ച് വിദേശത്ത് താമസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലാണ് അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം കയറി വന്ന വഴികള് കണ്ണാണെന്ന് ഓർക്കണം ഒന്നാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനലും ഇന്ദ്രിയങ്ങൾ ജനലും വാതിലും പോലെയാണ്. ഇന്ദ്രിയങ്ങൾ ജനലും വാതിലും പോലെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ജനലിലൂടെയും വാതിലിലൂടെയും വിഷപുകയോ അല്ലെങ്കിൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന അതായിട്ടുള്ള ഗന്ധങ്ങളോ ദുർഗന്ധമോ അതുമല്ലെങ്കിൽ രോഗം പരത്തുന്ന പ്രാണികളോ കീടങ്ങളോ നമ്മുടെ ജനലിലൂടെയും വാതിലിലൂടെയും അകത്തു കയറാൻ നമ്മൾ അനുവദിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഷട്ടറാണ് നമ്മുടെ കണ്ണിൽ ഉള്ളത്. കണ്ണിന് നമുക്ക് പോളയുണ്ടല്ലേ, പോള അടയ്ക്കാം തുറക്കാം. അത് കൃത്യമായ സൂചനയാണ്, വളരെ കൃത്യമായ സൂചനയാണ്. ജനലും വാതിലും അടയ്ക്കാവുന്നതും തുറക്കാവുന്നതുമാണ്. അവിടെ കൃത്യമായ നിലപാട് നമുക്ക് ഈ മേഖലയിൽ വേണം, കാഴ്ചയുടെ മേഖലയിൽ. ഇനി സംസാരത്തിന്റെ മേഖല, കുടുംബത്തിൽ പാപം വളരാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ് സംസാരത്തിന്റെ മേഖല. അവിടെ നമ്മുടെ സംഭാഷണത്തിന്റെ കണ്ടന്റ് എന്താണ്? ദോഷമോ കുറ്റമോ ആരെങ്കിലും മോശമായി കാണിക്കലോ അത്തരത്തിലുള്ള തിന്മയിലേക്ക് ചായുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ നല്ല കാര്യമേ പറയുള്ളൂ. നോക്കൂ, കുടുംബത്തിൽ മോശം വാക്കുകളുടെ ഉപയോഗം ഇതൊക്കെ വളരെ നമ്മൾ കുട്ടികളെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും കുടുംബങ്ങളിൽ എക്സ്ട്രീം ലെവൽസ് ഓഫ് സ്പീക്കിംഗ് സംഭവിക്കാറുണ്ട്. വളരെ എക്സ്ട്രീം ടേംസ് ഒക്കെ ഉപയോഗിക്കുന്ന രീതികൾ. അപ്പോഴ് നോക്കുക, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് കൃത്യമായി നമ്മൾ പാരന്റിംഗ് ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നവരാണ്. പ്രത്യേകിച്ച് ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുക പല രീതികളിലാകാം. ചൂഷണം ചെയ്യപ്പെടുന്നതാകാം, ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാകുന്നതാകാം, അല്ലെങ്കിൽ വെർബൽ അബ്യൂസിന് വിധേയരാകുന്നതാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുടുംബങ്ങളിൽ തന്നെയാണെന്നുള്ളതാണ് കണക്ക്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുടുംബങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത വേണം എന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടം, പ്രത്യേകിച്ച് പോക്സോ വിഷയങ്ങൾ ഇപ്പൊ എല്ലാവരും വളരെ അവെയറാണ്. ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് കുടുംബത്തിനകത്ത് പാടില്ല. വളരെ കൃത്യമായ നിലപാട് കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഇക്കാര്യത്തിൽ വേണം. അപ്പോ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് നമ്മുടെ കുടുംബം മാറേണ്ട
ആവശ്യമുണ്ട്. ഞാനിപ്പോ സമയം നോക്കുകയാണ്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ആണ് എനിക്കുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. മുന്നോട്ട് പോകുക. ശരി. അപ്പോഴ് നോക്കൂ, പാപവും കുടുംബവും എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ സ്പർശിക്കാതിരിക്കാൻ കഴിയുമോ? സ്വന്തം കുടുംബത്തില് മക്കള് അവധിക്ക് പോകുന്ന അങ്കിളിന്റെ വീട്ടിൽ അവിടെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്, അങ്ങനെയുള്ളതൊക്കെ വേണം. പക്ഷേ മക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയും ജാഗ്രതയും മക്കൾക്ക് ആ ഒരു ഫ്രീഡവും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ, തുറന്ന കാര്യങ്ങൾ പറയാനൊക്കെ അവസ്ഥ. ഞാൻ ഈ സംസാരിക്കുന്നത് യങ് കപ്പിളിനോടല്ല എനിക്ക്, പക്ഷെ എങ്കിലും ഒരുപക്ഷെ മക്കളോടും പേരക്കിടാങ്ങളോടും മരുമക്കളോടും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് എന്നതിനാലാവാം ഇതൊക്കെ പരാമർശ വിഷയമാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുടുംബത്തിൽ ഇനി ഒരുപക്ഷെ കുടുംബത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമാണ് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. നമ്മുടെ കുടുംബം അതിന് വളമിട്ട് കൊടുക്കാറുണ്ടോ? ഓട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ നമ്മൾ ബോധപൂർവകമായ അകൽച്ച പാലിക്കുന്നുണ്ടോ? വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ? കയ്പ് സൂക്ഷിക്കുന്നുണ്ടോ? ആ കയ്പും വെറുപ്പും മക്കളിലേക്കും പകർന്ന് കൊടുത്തിട്ടുണ്ടോ? ഇത് ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വിശ്വാസ ജീവിതത്തിന്റെ നമ്പർ 1 ശത്രു എന്ന് പറയാവുന്ന ഒന്നാണ് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. കാരണം എന്താ? ക്രൈസ്തവ വിശ്വാസ ജീവിതം അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെ ജീവിതമാണ്. ഗോഡ് ഈസ് ലവ്. അതുകൊണ്ട് തന്നെ ഫെയ്ത്ത് ഈസ് ലവ് എന്ന് പറയേണ്ടി വരും. ഫെയ്ത്ത് അടിസ്ഥാനപരമായി ലവിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് നമ്പർ 1 ശത്രു എന്ന് പറയാം വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. ഇപ്പോഴ് നമ്മുടെ കുടുംബങ്ങളിൽ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ആ മേഖല നമ്മളെ കീഴടക്കിയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തെ കീഴടക്കിയിട്ടുണ്ടോ? ആസക്തികൾ, പ്രത്യേകിച്ച് മദ്യാസക്തി, അത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഒരച്ഛൻ പണ്ട് വെഞ്ചരിക്കാൻ പോയപ്പോ എല്ലായിടത്തും വെഞ്ചരിച്ചു, പക്ഷെ ആ മുറി അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് ഇപ്പൊ എന്താ ആ മുറി മുഴുവൻ കുപ്പിയാണ്. അപ്പോ സ്വന്തം കുടുംബത്തിൽ കർത്താവിനുള്ള ഒരു സ്ഥലവും ഇനി കർത്താവ് ചെല്ലേണ്ടാത്ത ഒരു സ്ഥലം എന്ന് അങ്ങനെയൊന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തിൽ കർത്താവിന് നിരക്കാത്തതായി. നോക്കൂ, ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ന്യൂസ്, ഒത്തിരിയേറെ വാർത്തകൾ വരുന്നുണ്ട്. ED ഇന്ത്യയിലെ കാര്യമാണ്. അവിടെ റെയ്ഡ് ചെയ്തു, ഇവിടെ റെയ്ഡ് ചെയ്തു. അപ്പോഴ് എന്താ? കള്ളപ്പണം, ടാക്സ് ഇല്ലാത്ത പണം. അപ്പൊ നോക്കൂ, ധനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കുന്ന കാര്യവും അതെല്ലാം അത് നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. അതിൽ വിശ്വാസമായിട്ട് ബന്ധമുണ്ടെന്നേ. ടാക്സ് കൊടുക്കുന്നതിന് വിശ്വാസമായിട്ട് ബന്ധമുണ്ട്. ടാക്സ് തട്ടിപ്പ് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും കുടുംബം നടത്തുന്നുണ്ടെങ്കിൽ അത് പാപത്തിൽ അഭിരമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കൽപ്പനകളിൽ നമുക്കറിയാമല്ലോ വളരെ വ്യക്തമായിട്ടും മോഷ്ടിക്കരുത് എന്നുള്ളതിന് സർക്കാരിൽ നിന്ന് മോഷ്ടിക്കരുത് എന്നും കൂടി അർത്ഥമാണ്. നമ്മൾ സർക്കാരിന് കൊടുക്കാൻ, അല്ലെങ്കിൽ സീസറിന് കൊടുക്കേണ്ടത് സീസറിന് കൊടുക്കുക. അപ്പോ സീസറിന് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ബാധ്യത നമുക്കുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മുടെ എനിക്ക് എന്റെ സമയം ആയി, ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം പടിവാതിൽക്കൽ പതിയിരിക്കുന്നു. പക്ഷെ ഭയപ്പെടേണ്ട, ജാഗ്രത വേണം. നമ്മുടെ ഉള്ളിലുള്ളവൻ, നമ്മുടെ കുടുംബത്തിന്റെ നാഥനായുള്ളവൻ ദൈവമാണ്. അവിടുന്ന് ആശ്രയിച്ച് അവിടുത്തെ ഹിതം നിറവേറ്റി പാപത്തെ കീഴടക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ നീ അതിനെ കീഴടക്കണം. ആവശ്യപ്പെട്ടതുപോലെ പാപത്തെ കീഴടക്കാൻ കുടുംബത്തിന് സാധിക്കട്ടെ. അതിന് മാതാപിതാക്കൾക്ക് നല്ല ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.
What a beautiful message. It's all applies to all families. Next is Rita, welcome for the song. Rita, I think. Rita മ്യൂട്ടിലാണ് കേട്ടോ. Yeah. Gemma, you muted. Yeah. Okay, good. Yeah. So, പാപബോധവും പശ്ചാത്താപവും കർത്താവേനിക്കേ ഗണേ കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലുവിടി ഞാനാകില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. Beautiful. Thank you, Rita. That's a beautiful song, just really appropriate for the Lenten season now. Next class is Johnson, State of Sin. Johnson, ready? ഓക്കെ താങ്ക് യു. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മള് കുടുംബത്തിലെ അവസ്ഥ എങ്ങനെയാണ് എന്ന് അവതരിപ്പിച്ചു. നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് സൗണ്ട് അധികം എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, കേൾക്കാൻ. ഓക്കെ. പാവാവസ്ഥ ഒരു വ്യക്തിയിലെ, നമ്മൾ വ്യക്തിപരമായ ജീവിതം നയിക്കുമ്പോൾ ഒരു വ്യക്തിയിലെ പാവാവസ്ഥ എങ്ങനെയാണ്, ആ പാവാവസ്ഥ എന്താണ്, പാവാവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കി, സ്നേഹിക്കുന്ന പിതാവ് വസിക്കുന്ന ഇടമെന്നും ഒക്കെ ദൈവരാജ്യം നമ്മളിലാണെന്നും ഒക്കെ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം നമ്മെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ഈ സ്നേഹം എന്തുകൊണ്ട് ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്
മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാനായിട്ട് എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകണം. അതിനുള്ള ഒരു കാരണമാണ് ഈ പാപാവസ്ഥ എന്നുള്ളത്. പാപ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് പങ്കുവച്ച് ജീവിക്കുവാനും തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥയെയാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും അകത്തായിരിക്കുന്നവർ ഒരിക്കലും നനയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു മേൽക്കൂര എന്നൊരു അവസ്ഥ നമ്മുടെ മുകളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ നനയത്തില്ല. അതുപോലെ മേൽക്കൂര നമുക്ക് തടസ്സം നിൽക്കുകയാണ്. അത് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങുന്നത് പങ്കുവയ്ക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന അവസ്ഥയാണ് പാവാവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരുവാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു എന്നുള്ളതാണ്. തന്റെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചുകൊണ്ട് പറുദീസായിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന്റെ ആ രക്ഷാകര പദ്ധതി തുടരുവാനായിട്ട് അവനെ ആഹ്വാനം ചെയ്തെന്നുള്ളതാണ്. ഈ മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ ദൈവസ്നേഹ അനുഭവം നഷ്ടമാക്കി. ഇതാണ് പാവാവസ്ഥ. ഈ ദൈവം അവിടെ പറുദീസായിൽ നമുക്കറിയാം 2 തരത്തിൽ വാക്ക് കേൾക്കുന്നുണ്ട്. ഒന്ന്, ശത്രു അവിടെ വന്നിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പഴം പറിച്ചു തിന്നുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകുമെന്ന്. അപ്പൊ അവിടെ സംശയമാണ്, ഞങ്ങൾ ദൈവം പോലെയാണോ? ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു സംശയത്തിന്റെ വിത്ത് അവിടെ വിതയ്ക്കുകയാണ് സാത്താൻ വന്നിട്ട്. അങ്ങനെ ദൈവത്തെ പോലെ ആകാനായിട്ട് അവരെ ഒരു ശത്രു വന്ന് സംശയത്തിന്റെ വിത്ത് വിതച്ച് അവരെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 13:1-7 നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. അവന് അന്ന് മുതൽ ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുകയാണ്. പറുദീസായില് മനുഷ്യനെ ആക്കിയിട്ട് ദൈവം അവനോട് പറയുന്നുണ്ട്, ഇത് സകല സൃഷ്ടിജാലങ്ങളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം നൽകിയിരിക്കുന്നു, അധികാരം നൽകിയിരിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ്, ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഈ അധികാരങ്ങൾ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുകളിലുള്ള എല്ലാ അധികാരങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിലകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി ഈ അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അവൻ അവിടുന്ന് ഒറ്റപ്പെട്ട് ഒളിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെ ദൈവിക ജീവനും എല്ലാ അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 59:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കും, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കും. അപ്പൊ ദൈവത്തിൽ നിന്നും അകലാനായിട്ട്, നമ്മളിൽ നിന്നും മുഖം മറയ്ക്കാനായിട്ട് ഇടയായത് എന്താണ്? അവൻ ചെയ്ത പാപമാണ്. അങ്ങനെ ആ പാപാവസ്ഥയിൽ ഉൾപ്പെട്ടത് മൂലം എന്ത് സംഭവിച്ചു? മനുഷ്യവർഗം മുഴുവനും പാപത്തിന്റെ അവസ്ഥയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യ മാതാപിതാക്കളുടെ ദൗത്യം എന്ന് പറയുന്നത് വളർത്തുക, അനുസരിക്കുക എന്നുള്ളതായിരുന്നു. ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നുള്ളതായിരുന്നു ആദ്യ മാതാപിതാക്കളുടെ ദൗത്യം എന്ന് പറയുന്നത്. അത് ആദമാണ് എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടത്. എല്ലാ ജീവജാലങ്ങൾക്കും ഇന്നുള്ള പുലി, കടുവ എന്നൊക്കെയുള്ള പേരിട്ടത് തന്നെ ആദമാണ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർക്ക് കൊടുത്തു. അതുപോലെ അനുസരിക്കുക, നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ അനുസരണക്കേട് അവിടെ സംഭവിക്കുകയാണ്. 2 വാക്കുകളാണ് പറുദീസായില് ആദ്യ മാതാപിതാക്കൾ കേൾക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ വാക്കാണ്, 2 പിശാചിന്റെ വാക്ക്. ഈ 2 വാക്കുകൾ അവർ കേൾക്കുന്നുണ്ട്, എന്നാൽ അനുസരിക്കുന്നത് പിശാചിന്റെ വാക്കാണ്. ദൈവത്തിന്റെ വാക്ക് എന്തായിരുന്നു? വിശ്വസിക്കുക, അനുസരിക്കുക, അതിലൂടെ ജീവനിലേക്ക് കടന്നു വരിക, ജീവൻ പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ജീവനിലേക്ക് കടന്നു വരിക എന്നുള്ള ദൈവത്തിന്റെ വാക്ക് ആയിരുന്നു അവർ നിരാകരിച്ചുകൊണ്ട് പിശാചിന്റെ വാക്കാണ് അവർ അനുസരിച്ചത് എന്നുള്ളതാണ്. തിന്മയുടെ അടിമത്തം. പിശാചിന്റെ വാക്ക് എന്തായിരുന്നു? നിങ്ങൾ അനുസരിക്കേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നും
ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ അത് അനുസരിക്കേണ്ട എന്നും പറഞ്ഞത് വഴി എന്ത് സംഭവിച്ചു? തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയി അവർ കൃത്യമായ ഒരു മരണത്തിലേക്ക് കടന്നു. പാപത്തിന്റെ വേദനം മരണമാണ്. അപ്പൊ അങ്ങനെ നിത്യമായ അടിമത്തത്തിലേക്ക് കടന്നു വന്ന അവർ പൂർണ്ണമായും എല്ലാത്തിലും തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ അടിയറ വെക്കേണ്ടി വന്നു. 2 പത്രോസ് 2:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. ഇപ്പൊ ഞാന് ഒരു ലോൺ എടുത്ത്, ഒരു ഹൗസിംഗ് ലോണൊക്കെ എടുത്ത്, ലോൺ എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ വീടിന്റെ ഡോക്യുമെന്റ് കൊണ്ടുവരാൻ പറയും, സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ചെന്ന് ലോൺ ഒക്കെ ആപ്ലിക്കേഷൻ ചെയ്ത് ലോണൊക്കെ എടുത്ത് എല്ലാ അവർ പറയുന്ന പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. ഒന്ന് വായിച്ചു നോക്കിയൊന്നുമില്ല, കുറെ ചെറുതായിട്ട് കുരുന്ന് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് വായിച്ചു നോക്കൊന്നും തിരക്കില്ല, എനിക്ക് ക്യാഷ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് ലോണൊക്കെ എടുത്ത് ഞാൻ 1-2 അടവൊക്കെ മുടങ്ങി. അപ്പൊ അവര് അതിന്റെ ഫൈനൊക്കെ അടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസൊക്കെ അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ പറമ്പില് നല്ല വലിയ ഒരു 2-3 ഈട്ടിത്തടി നിൽക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തേക്കും തടി നിൽക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ ഒക്കെ നിൽക്കണമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അത്യാവശ്യം, എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസയുടെ അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു മാർഗമില്ല, ഇത് വെട്ടി വിൽക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വെട്ടാനൊക്കെ ആയിട്ട് ആളെയൊക്കെ അറേഞ്ച് ചെയ്തപ്പം എന്റെ അയൽവക്കത്ത് ഉള്ള ആള് പോയിട്ട് ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറമ്പിലെ തടിയൊക്കെ വെട്ടാൻ വേണം, എല്ലാം വെട്ടാൻ വേണം. പെട്ടെന്ന് ബാങ്കുകാർ വന്നിട്ട് പറഞ്ഞു, അത് പറ്റില്ല, താങ്കളുടെ ആധാരം ഡോക്യുമെന്റും എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് എല്ലാ തരത്തിലും, നമ്മൾ വീട്ടിൽ മാത്രമല്ല വെക്കുന്നത്, എല്ലാ പറമ്പിലുള്ള എല്ലാ വൃക്ഷജാലങ്ങളും എല്ലാം അവർക്ക് അധീനയിലായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരിക്കലും ഒരു തടിയൊക്കെ വെട്ടി വിൽക്കണമെങ്കിലും ഒക്കെ അവരുടെ അനുവാദം വേണം. അങ്ങനെ എല്ലാം അവർക്ക് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് മൊത്തം അടിമത്തത്തിലായി. ഇത് ഞാൻ ലോൺ അടയ്ക്കാതെ ഞാൻ മരണപ്പെട്ടാലോ, അതിങ്ങനെ പിഴ കൂടി വന്ന് അവർ എന്റെ വസ്തുക്കൾ മൊത്തം ജപ്തി ചെയ്തുകൊണ്ട് പോകും. അത് മാത്രമല്ല, അത് പിന്നെ വീണ്ടെടുക്കണമെങ്കിൽ എന്റെ മകൻ അതിന്റെ പൈസ അടയ്ക്കേണ്ടി വരും. എന്റെ പൈസ അടയ്ക്കേണ്ടി വരും. അപ്പൊ എന്റെ മകനും പിന്നെ അത് കടക്കാരനായി മാറുകയാണ്. അങ്ങനെ ഞാൻ ഈ അവസ്ഥയിൽ തോൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടു. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകളാണ്. അപ്പൊ 2 വാക്ക് അനുസരിച്ചു സമർപ്പിച്ചു, അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വിട്ടു. സംശയം വളർന്ന് അത് പ്രവൃത്തിയിലേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവനും അടിമത്തത്തിലായി. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നതിനില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. റോമാലേഖനം 3:10-12 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ അവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് ഏശയ്യ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഏശയ്യയെ ദൈവം വിളിക്കുമ്പോൾ ഏശയ്യ അടുത്തേക്ക് ചെല്ലുകയാണ്. ദൈവത്തെ ദർശിക്കുന്ന ഏശയ്യ പറയാണ്, അയ്യോ ഞാൻ നശിച്ചിരിക്കുന്നു, എനിക്ക് ഇനി ദൈവത്തെ ദർശിച്ച് ഞാൻ നശിച്ചിരിക്കുന്നു, ഞാൻ അശുദ്ധമായവനാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരോട് മധ്യ വസിക്കുന്നവനാണ്. അങ്ങനെ ദൈവത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്ത് സംഭവിക്കുന്നു? ദൈവത്തെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ പാപാവസ്ഥ. നമ്മൾ നമ്മുടെ ശരീരത്തെ വെളുത്ത ഒരു ഷർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അഴുക്ക് പറ്റി നമ്മൾ ഇരുട്ടത്താകുമ്പോൾ ആ അഴുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. കൂടുതൽ ചെറിയൊരു പ്രകാശത്തിൽ വരുമ്പോൾ ആ അഴുക്കിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി കൂടുതൽ പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ, നല്ലൊരു പ്രകാശത്തിലേക്ക്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രകാശത്തിലേക്ക് അടുത്തേക്ക് കടന്നു വരുമ്പോഴാണ് ആ അഴുക്കിന്റെ വ്യാപ്തിയും എന്തുമാത്രം ആ അഴുക്ക് ആഴത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവത്തിലേക്ക് നടക്കുന്ന വ്യക്തിക്ക് പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്, ഞാൻ പാപത്തിന്റെ അടിമയാണ് എന്നുള്ളതാണ്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ സ്വാധീനം, അങ്ങനെ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. 1 യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവനും പാപത്തിന്റെ അടിമത്തത്തിലേക്ക്
തെന്നി മാറിപ്പോയി എന്നുള്ളതാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന്റെ ഫലമായിട്ട് ലോകം മുഴുവനും പാവത്തിന്റെ അവസ്ഥയിലേക്ക് ഇത് തെന്നി മാറി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, ഞാൻ പാവം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത, ഞാൻ പാവം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു, ഒരാളോട് ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ദുഷിച്ചു പറഞ്ഞു, അതുകൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാവം ചെയ്തത്? തീർച്ചയായിട്ടും ഒരു മാവ്, ആ മാവിനെ നമ്മൾ മാവ് എന്ന് വിളിക്കും. മാങ്ങയില്ലെങ്കിലും നമ്മൾ അതിന് മാവ് എന്ന് വിളിക്കും. ഞാൻ പാവ അവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഉദാഹരണം, ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇത്ര പേരോട് ദേഷ്യപ്പെട്ടേക്കാം. എന്റെ ഓഫീസിലുള്ള സ്റ്റാഫിനോട് അവരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് പിറുപിറുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ വഴിയിൽ കാണുന്നവരോടൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടേക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരൊരു വണ്ടി വരുമ്പോൾ അത് അല്ലെങ്കിൽ വണ്ടിക്കാര് ഡിസ്റ്റർബായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടേക്കാം. എന്നൊക്കെ ഒരു ലിസ്റ്റ് കൊണ്ടാണോ നമ്മൾ രാവിലെ എണീറ്റ് പോകുന്നത്? തീർച്ചയായിട്ടും അല്ലല്ലോ, തീർച്ചയായിട്ടും അല്ല. നമ്മൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇന്ന് ആരോടും ദേഷ്യപ്പെടരുത്, ഇന്ന് ആരോടും അസ്വസ്ഥതയായിട്ട് സംസാരിക്കാൻ ഇടവരരുത്, എന്റെ മനസ്സിൽ അസ്വസ്ഥ ചിന്തകൾ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ലിസ്റ്റ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ രാവിലെ എണീറ്റ് പോവുക മിക്കവാറും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരു ഡിസ്റ്റർബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു ഡ്രൈവിങ്ങില് അല്ലെങ്കിൽ ഓഫീസില് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഇതിലേക്ക് അടുത്തേക്ക് ഡിസ്റ്റർബൻസ് കടന്നു വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അതുള്ളത്? അതാണ് നമ്മുടെ ഉള്ളിലെ ഈ പാവം ചെയ്യാനായിട്ട്, കോപം എന്ന പാവം ചെയ്യാനായിട്ടുള്ള ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അടിമത്തത്തിന്റെ മരണം, പാപത്തിന്റെ പരിണതഫലം മരണമാണ്, പാപത്തിന്റെ വേദന മരണമാണ്. റോമാലേഖനം 6:22 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പാപത്തിന്റെ പരിണതഫലം ആയിട്ടുള്ള പാപ അവസ്ഥ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുന്നത്. കോപിക്കാനുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകുന്നത്. ഈ പാവാവസ്ഥ നമ്മളിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ബന്ധങ്ങൾ തകരുകയാണ്. 4 തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തകരുന്നത്. ആദത്തിന് നമുക്കറിയാം, ഹവ്വായെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദം ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്നാണ് ഫസ്റ്റ് ആദ്യം പറഞ്ഞൊരു കാര്യം. അതിനുശേഷം പിന്നെ പാവം ചെയ്തു കഴിഞ്ഞപ്പം പറഞ്ഞതെന്താണ്? നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, ആ സ്ത്രീയാണ് എനിക്ക് ഫലം പറിച്ചു തന്നു, ഞാനിത്. പരസ്പരം പഴിച്ചാരുന്ന, കുറ്റം പറയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു, പാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ 4 തരത്തിലുള്ള ബന്ധങ്ങൾ തകരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദൈവബന്ധം അവിടെ നഷ്ടപ്പെടുകയാണ്, അവർ ഒളിക്കുകയാണ്, ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് ഭയം ഉണ്ടാകുകയാണ്. അതുവരെ ദൈവത്തോട് തോളോട് തോളുരുമി ഉലാത്തിക്കൊണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്ന അവർ ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ അവരിൽ ഭയം ജനിക്കുന്നു, വെറുപ്പുണ്ടാകുന്നു, വിദ്വേഷം ഉണ്ടാകുന്നു, അവർക്കൊരു പിരിമുറുക്കം അനുഭവപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധം ആദ്യം നഷ്ടപ്പെടുന്നു പാപം അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ ആ ബന്ധം നഷ്ടപ്പെടുന്നത് തന്നോട് തന്നെയുള്ള ഒരു ബന്ധം നഷ്ടപ്പെടുകയാണ്. ആദ്യം ഉൾവലിയുകയാണ്, ലജ്ജ തോന്നുകയാണ്, നാണം തോന്നുകയാണ്. ഞാൻ ഒന്നിന് കൊള്ളിരാത്തവനാണ്, ഒരു നാണം കെട്ടവനാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ഒരിക്കലും കഴിവില്ലാത്തവനാണെന്നൊക്കെയുള്ള ഒരു ലജ്ജയും നാണവും തോന്നി, തന്നോട് തന്നെ വെറുപ്പ് തോന്നി, തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ തമ്മോട് തന്നെയുള്ള ഒരു ബന്ധം, എന്നോട് തന്നെയുള്ള ഒരു ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു. അടുത്ത ഒരു കാര്യം, പരസ്പര ബന്ധം നഷ്ടപ്പെടുകയാണ്. മറ്റു മനുഷ്യരുമായി പഴി പറയുന്നു, കുറ്റം വിധിക്കുന്നു, സ്വയം ന്യായീകരിക്കുകയാണ്. ആദം ചെയ്യുന്ന കാര്യം അതാണല്ലോ. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, അത് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ തന്നു, സ്വയം ന്യായീകരിക്കുകയാണ്. സ്ത്രീ അങ്ങനെ, ഹവ്വ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. സർപ്പമാ എനിക്ക് തന്നു, അത് ഞാൻ ചെയ്തു. അപ്പൊ പരസ്പരമായിട്ടുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുകയാണ്. അടുത്തൊരു കാര്യം, പ്രപഞ്ചവുമായി ശത്രുതയിലാവും. അന്ന് വരെ ഒരേ ഇതോടെ ഒരുമിച്ച് നടത്തിയിരുന്ന മനുഷ്യരും മൃഗങ്ങളും ജാലങ്ങളും എല്ലാം ആയിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ വിട്ടുപോകുകയാണ്. എല്ലാ ജീവജാലങ്ങളുമായിട്ട് ശത്രുതയിലാവുന്നു, ഭൂമി പ്രകൃതിയുമായിട്ട് ശത്രുതയിലാവുന്നു, ചൂട് തണുപ്പ് എല്ലാം അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു.
അങ്ങനെ 4 തരത്തിലുള്ള ബന്ധങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ് എന്നുള്ളത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ്. സങ്കീർത്തനം 51:5 ദാവീദ് പറയുന്നു. ദാവീദ് പാപം ചെയ്ത അവസ്ഥയില് ദാവീദിന് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത്? ദൈവത്തിന്റെ അഭിഷിക്തനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇത്രയേറെ ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഒരു പാപത്തിന്റെ അവസ്ഥയിൽ വീണ് പോയത് എന്തുകൊണ്ടാണ്? അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ദാവീദിന് ഉണ്ടായപ്പോഴാണ് ദാവീദ് അനുദപിക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ദാവീദ് പിന്നെയും പാടുകയാണ്, നീർച്ചാൽ തേടുന്ന മാൻപേടിയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. വിശുദ്ധ അഗസ്തീനോസ് പാപത്തിന്റെ അവസ്ഥയിലൂടെ പടുകുഴിയിലൂടെ പോയ വിശുദ്ധ അഗസ്തീനോസ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അഗസ്തീനോസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്യമാണിത്: ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുമ്പോഴും എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ദൈവത്തിലേക്ക് നടന്നടക്കുന്നവർ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്ന വ്യക്തി എന്ത് മനസ്സിലാക്കണം? ഞാൻ പാപ അവസ്ഥയിലാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ദുർഭകനായ മനുഷ്യനൊക്കെ. അതുപോലെ ഓരോരുത്തരും ദൈവത്തിലേക്ക് നടന്നടക്കുമ്പോൾ, കൂടുതൽ നടന്നടക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത് പാപാവസ്ഥ എന്നുള്ളതാണ്. തകർന്ന മനുഷ്യന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. പാപാവസ്ഥയിൽ ഉൾപ്പെടുന്ന വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. പ്രത്യാശ അവർ നഷ്ടപ്പെടുകയാണ്, വീട്ടാനാകാത്ത വലിയ കടത്തിൽ പതിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് അവൻ വീണ്ടും പോകുന്നു. അതുകൊണ്ട് ആണ് റോമാലേഖനം 7:15 പൗലോസ് ഇങ്ങനെ പറയുന്നത്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ പാപ അവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും സ്വയം രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. എനിക്ക് സാധിക്കുമല്ല. കാരണം ഞാൻ ഒരു നന്മ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പലതരത്തിലുള്ള പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തി ആയതുകൊണ്ട്, എന്റെ ഉള്ളിൽ തന്നെ പാപത്തിന്റെ പായ്വേരുകൾ കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇച്ഛിക്കാത്ത വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടാനാകാത്ത വലിയ കടത്തിലാണ് ഞാൻ നിബന്ധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാകാത്ത ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, വിശുദ്ധനായ ജോൺ പോൾ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പാവബോധം ഇല്ലാത്തത് എന്നുള്ളതാണ്. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രണത്തിലാക്കാൻ അവന് സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് AI ഒക്കെ വന്നപ്പോഴൊക്കെ അവന് നിസ്സാരം ഒരു ഉച്ചാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു ടച്ച് കൊണ്ടൊക്കെ ഈ ലോകത്തെ മുഴുവനും കൈക്കുമ്പിളാക്കാൻ സാധിക്കുമെന്നുള്ളത്. സകലത്തിനെയും അവൻ നിയന്ത്രിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സകല ജീവജാലങ്ങളെ അവൻ നിയന്ത്രിച്ച് അവന്റെ വരുതിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവന് സ്വയം നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നതാണ്. അതുകൊണ്ട് റോമലേഖനം 7:19-20 അങ്ങനെ വായിക്കുന്നുണ്ട്: ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാനും കൂടി എല്ലാം വിശദീകരിക്കപ്പെട്ടു. എല്ലാം ദേഷ്യ സ്വഭാവം, ഭയങ്കര ദേഷ്യ സ്വഭാവമൊക്കെ പോയി എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായി. എന്നാൽ ഇപ്പോൾ ഈ പാപാവസ്ഥയുടെ ക്ലാസ് എടുക്കാൻ തീർത്തും യോഗ്യനാണ് വ്യക്തിയാണ് എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം നൽകുന്നത്. കാരണം ഈ ക്ലാസ്സുകളുടെ ഡോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പാപാവസ്ഥയുടെ ക്ലാസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഈ പാപാവസ്ഥയുടെ ക്ലാസ് എടുക്കാൻ യോഗ്യതയുണ്ട്. കാരണം കുറച്ചു നാൾ മുമ്പ് ഞാൻ കണ്ടെത്തിയൊരു കാര്യം, എന്റെ ഉള്ളിലുള്ള കോപം, ദേഷ്യാവസ്ഥ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. ഞാൻ എന്റെ പിള്ളേരോട് ദേഷ്യപ്പെടുന്നു, വൈഫിനോട് ദേഷ്യപ്പെടുന്നു. വൈഫ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കില്ല, പക്ഷെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നു. അപ്പോൾ ആ ദേഷ്യ സ്വഭാവം വീണ്ടും എനിക്ക് തിരിച്ചു വന്നിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം ഏതാണ്? എൻ്റെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. എൻ്റെ ഉള്ളിൽ അത് വീണ്ടും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി ആയിട്ടില്ല. അപ്പൊ ദൈവമേ, ഈ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു: ദൈവമേ, ഞാൻ പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ഇച്ഛിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അത് ഒരിക്കലും ഞാനല്ല, എന്നിലുള്ള എൻ്റെ പാപത്തിന്റെ അവസ്ഥയിൽ ഉൾപ്പെട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു.
അപ്പോൾ ഈ ഒരു കോപം, ഈ ഒരു ദേഷ്യം ഞാനിപ്പം കുറെ പ്രാവശ്യം സംസാരിച്ചു, കുറെ പ്രാവശ്യം പ്രാർത്ഥിച്ചു. അങ്ങനെ ശാന്തമായിട്ട് കർത്താവിനോട് പറഞ്ഞു, നിന്നെ എളിമപ്പെടുത്താനായിട്ട് ദൈവം തരുന്നതാണ്. അങ്ങനെ ഞാൻ വീണ്ടും 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 എളിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് കുറച്ച് മാറും, ഇനിയും ചിലപ്പോഴും ഇടയ്ക്ക് പൊങ്ങി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിലുള്ള എല്ലാവരിലും ഓരോ തരത്തിലുള്ള പാപാവസ്ഥ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ നമ്മൾ പറയുന്നു, അവസാനമായിട്ട് നമുക്ക് ഈ ഒരാഴ്ചക്കാലം നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. റോമാലേഖനം 7:24, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പാപത്തിന്റെ പാവാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. പാവം അല്ല, പാപത്തിന്റെ അവസ്ഥ. പാവം നമ്മൾ മനസ്സിലാക്കി പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകുന്നതാണ് പാവാവസ്ഥ എന്ന് പറയുന്നത്. ഒരാളെ ഒന്ന് കുത്തിക്കൊന്ന ആ കൊല്ലാനുള്ള ഒരു അവസ്ഥ, ഒരു പ്രേരണ അയാളുടെ ഉള്ളിലുണ്ട്. അത് ആദ്യം മുതലേ ഉള്ളതാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ നല്ല വ്യക്തികൾ, ചിലപ്പോൾ നല്ല രീതിയിൽ നടന്ന വ്യക്തികൾ, ഒരു വലിയ കുഴപ്പമില്ലാത്ത വ്യക്തികൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വരുന്നു, എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു? അതിനുള്ള കാരണമൊന്നും പെട്ടെന്നില്ലല്ലോ. പക്ഷെ അത് ചെയ്യാനുള്ള, ആ പാവം ചെയ്യാനുള്ള ഒരു പ്രേരണ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ട് അതിന്റെ അവസാനത്തെ പരിണത ഫലമാണ് ആ പ്രവൃത്തിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദേഷ്യപ്പെടാനുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴക്ക് പറയാനുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിലുണ്ട്, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പ്രേരണ, ഈഗോ കാണിക്കാനുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ കണ്ടെത്തുന്ന സകല പാപങ്ങളുടെയും ചെയ്യാനുള്ള ഒരു പ്രേരണ, മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു പ്രേരണ, അങ്ങനെ പലതരത്തിലുള്ള ഒരു അവസ്ഥ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ഏറ്റവും വലിയ അറിവുള്ള വ്യക്തിയാണ്, ഞാൻ തികഞ്ഞ വ്യക്തിയാണ് എന്നുള്ള ഒരു അഹങ്കാരം, ചിന്ത, അതിനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഈ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന ഒരവസ്ഥ, ഒരു പാപത്തിന്റെ അവസ്ഥ, ഇതാണ് നമ്മുടെ പാപാവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ദുർഭകനായ മനുഷ്യൻ. നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം, ഈ ഏത് തരത്തിലുള്ള പാപമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, അതിന് ഒരവസ്ഥ, പാപാവസ്ഥ എന്നിലുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തോട് നമുക്ക് കൂടുതൽ സ്നേഹം തോന്നും, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും, കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും, കൂടുതൽ എല്ലാം ജപമാല ചൊല്ലാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൂടുതൽ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ പാപാവസ്ഥയാൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് കൂടുതൽ കണ്ടെത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ പൗലോസ്ലീഹയോടൊപ്പം നമുക്ക് ആദ്യം പറയാൻ സാധിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും എന്ന്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും. അപ്പൊ ഈ ഒരാഴ്ചക്കാലം നമുക്ക് ഈ പാപ അവസ്ഥയിൽ ഉൾപ്പെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കുവാനും, ഏത് തരത്തിലുള്ള പാപ അവസ്ഥയിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്, എനിക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കണ്ടെത്താനായിട്ടും, അങ്ങനെ സ്വയം രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനും, എനിക്ക് രക്ഷപ്പെടാൻ ഒരു ആവശ്യമുണ്ട്, എനിക്കൊരു സഹായം ആവശ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കണ്ടെത്താൻ, ആ ഒരു സഹായം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you, Johnson. What wonderful prayers. Conclusion പറയുന്നത് ഷിജു ആണ്. ഷിജു? ജലയുടെ ഇതിൽ ഞങ്ങള് മധ്യപ്രദേശിലാണ്. എന്റെ കൂടെ. Oh yes. How is your trip going? Good. Race ചെയ്തു. മധ്യപ്രദേശിലാണ്. ദൈവത്തിന്റെ സ്നേഹം കേൾക്കാവോ? കേൾക്കാം. യെസ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും നിരന്തരം പിന്തുടരുന്നുണ്ട്. ഈ സ്നേഹാനുഭവം പങ്കുവെക്കാൻ കഴിയാത്തത് നമ്മുടെ പാവാവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പാവാവസ്ഥയിലായിരിക്കുന്ന നമ്മളെ കണ്ടെത്തണം. നമുക്ക് ദേഷ്യമുണ്ട്, വാശിയുണ്ട്, വെറുപ്പുണ്ട്. അപ്പൊ ഞാൻ ജോഷേച്ചൻ പറഞ്ഞൊരു ചിന്ത എനിക്ക് തോന്നിയത്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതിനെയൊക്കെ വളർത്താനുള്ള ഒരു പരിശ്രമമാണോ, അതോ നിരന്തരമായി ഇതിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നോമ്പുകാലത്തിൽ കൂടെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളെ പിന്തുടരുന്ന പാവാവസ്ഥ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടെത്താൻ നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പരിശ്രമിക്കാം.
ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന മധ്യപ്രദേശിലെ ഒരു കാഞ്ചിബൈഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു കുന്നാണ്, ഇതിന് ചുറ്റും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇവിടെ നാളത്തെ കഴിഞ്ഞ് തിരുനാളാണ്. 10-20,000-ഓളം ആളുകൾ വരും. കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ ഇവിടെ ധ്യാനം നടത്തുന്നു. ഇപ്പൊ ജനിയുണ്ട്, ഞാനുണ്ട് ഇവിടെ, അച്ഛന്മാരിങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ ചുറ്റുമുള്ള മനുഷ്യർ, ഇവിടെ ഒരു പച്ചപ്പുള്ള ആകപ്പാടെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് അച്ഛൻ ഇവിടെ വന്ന് പച്ചപ്പെല്ലാം ആക്കി ഇവിടെ നല്ല, കാരണം ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ദൂരെ നിന്ന് പോലും ഇവിടെ വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പുണ്ടെങ്കിൽ മാത്രമാണ് ചുറ്റുമുള്ള മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ പച്ചപ്പ് എന്താണ്? അത് സ്നേഹമാണ്, കരുതലാണ്, വാത്സല്യമാണ്, പരിഗണനയാണ്. ഈ പച്ചപ്പിനെ നശിപ്പിക്കുന്ന കീടങ്ങളാണ് വാസ്തവത്തിൽ ദേഷ്യവും വാശിയും വൈരാഗ്യവും പകയും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ പച്ചപ്പ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള ദേഷ്യമാകാം, വൈരാഗ്യമാകാം, ശത്രുതയാകാം, നിഷേധാത്മകമായ നമ്മുടെ വികാരങ്ങളാണ്. ഇതിന് നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ജീവിതത്തെ പച്ചപ്പുള്ളത് പോസിറ്റീവായ വികാരങ്ങളാണ്. അത് സ്നേഹത്തിന്റെ വികാരങ്ങളാണ്. അത് പരിശുദ്ധാത്മാവിൽ നൽകുന്ന കൃപാവരമാണ്. എന്നാൽ നിഷേധാത്മകമായ വികാരങ്ങൾ അത് തിന്മ നമുക്ക് കൊണ്ടുവന്നു തരുന്ന വിചാരങ്ങളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിയുന്നത്ര നിഷേധാത്മകമായ വിചാരങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല, എനിക്കൊരു നന്മയുമില്ല, എന്റെ ജീവിത പങ്കാളി ശരിയല്ല, എന്റെ കുഞ്ഞുങ്ങൾ ശരിയല്ല, ഇങ്ങനെ ആയിരക്കണക്കിന് നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവയെല്ലാം പറിച്ചു കളഞ്ഞിട്ട്, മാറ്റിക്കളഞ്ഞിട്ട്, പകരം നമുക്ക് നല്ല റോസാച്ചെടി നടാം, നമുക്ക് നല്ല വ്യത്യസ്തങ്ങളായ പൂക്കൾ നടാം. എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു, എന്റെ ഭർത്താവ് എന്നെ കരുതുന്നു, എന്റെ മക്കൾ സ്നേഹമുള്ളവരാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള നല്ല ചെടികൾ, പച്ചപ്പ് വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ആഴ്ച മുഴുവൻ അത്തരത്തിൽ ഒന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള സമതലങ്ങളെ കിളച്ച് മറിച്ച് നിലമുഴുത് അതിലെ കളകളൊക്കെ പെറുക്കിക്കളഞ്ഞ് കൂടുതൽ ഫലദായകമായ വൃക്ഷങ്ങളും കൂടുതൽ നല്ല സുന്ദരമായ പുഷ്പങ്ങളും ഒക്കെ നടാനും അതിന് സ്നേഹത്തിന്റെ വെള്ളമൊഴിക്കാനും ഈ ആഴ്ചയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരാം. അങ്ങനെ നമ്മൾ വലിയൊരു പച്ചപ്പിന്റെ സാന്നിധ്യമായി മാറാനിടയാകട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച പ്രത്യേകിച്ച് ഞാനും ജനി എല്ലാം കൂടെ 28-ാം തീയതി ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും. അതുവരെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചാബ്, ഹിമാചൽ, ഇങ്ങനെ അടുത്ത മിഷൻ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ തീർത്ഥാടനം പ്രോഗ്രാം വളരെ ഫലപ്രദമായി നടക്കുന്നു. അതിലേക്ക് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ക്ഷണിക്കാം. നമുക്ക് കൂടുതൽ ദൈവാത്മകമായി വളരാൻ ഇതെല്ലാം സഹായിക്കട്ടെ. താങ്ക് യു. വളരെ നന്നായിട്ട് മെസ്സേജ് തന്നിരിക്കുന്നു. ഇനി അനൗൺസ്മെന്റ് ഉണ്ടോ ജെനി, ഇന്ന് എന്തെങ്കിലും പറയാനായിട്ട്? ജനിയില്ല, ജനിയുടെ ഫോൺ എന്റെ തന്നിട്ട് ജനി വേറെ വഴിക്ക് പോയതാണ്. എന്റെ ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രത്യേക നിങ്ങളുടെ യാത്രയല്ലാതെ എന്തെങ്കിലും? ഇതുള്ളൂ നമ്മുടെ തീർത്ഥാടനം, നമ്മുടെ ഈ അവധിക്കാലത്തുള്ള നമ്മുടെ ഫാമിലി മിഷൻ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ അതിന്റെ ഒരുക്കമായിട്ടാണ് ഞാൻ ജനിയും വന്നിരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. ഷാജിക്കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം നാളെ അല്ല, നമ്മള് ഗ്രൂപ്പില് വചനം ഇടുന്നതായിരിക്കും. അപ്പൊ ഓരോ ദിവസത്തെയും വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ അത് പ്രാർത്ഥിക്കണം, പങ്കുവെക്കണം. അപ്പം അതിന്റെ ഒരു വചന വിചിന്തനം ഇടാൻ പറ്റുവാണെങ്കിൽ പറ്റുന്നവരൊക്കെ അതിന്റെ വചനം വായിച്ച് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന ചെറിയ വാക്കുകളിൽ വോയിസ് നോട്ടായിട്ട് ഇട്ടാൽ മതി. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ പ്രെയർ ഫ്രണ്ട്സിനെ വിളിക്കാനായിട്ട് ഇന്ന് വന്ന എല്ലാവരെയും ചേർക്കുന്നോ അതെയോ എല്ലാവർക്കും പ്രെയർ ഫ്രണ്ട്സ് ആക്കുന്നോ? എന്താ ചെയ്യേണ്ടത്? യെസിന് ചേച്ചി. ഇത് ഞങ്ങളുടെ പ്രകാശത്തിനാണ്, ഇവിടുത്തെ കാഞ്ചിബൈഡയിൽ അച്ഛനാണ്. അച്ഛൻ വന്നിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമാക്കിയത്, അമേരിക്ക പോലെ സുന്ദരമാക്കിയത്. അച്ഛൻ നമ്മളോട് ഒരു വാക്ക് പറയും, നമുക്കൊരു ആശ്വാസം തരികയും ചെയ്യും. മഹത്വത്തിന്റെ സമ്പന്നത യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വീണ്ടും വചനം പറയാൻ എഫേസ്യ സർക്കിളുണ്ട്. നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതലായി എല്ലാം ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവത്തിന് യേശു ക്രിസ്തുവിലും നിരന്തരം തലമുറകൾക്കോളം അഭിഷേകത്താൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. നിങ്ങൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു പുതിയ കൃപ അനുഭവിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഈ നിമിഷം ലഭിക്കട്ടെ. വളരെ പ്രത്യേകിച്ച്
കാഞ്ചപുര മരുഭൂമി പോലായിരുന്ന ഒരു സ്ഥലത്ത് പച്ചപ്പാക്കിയ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങളുടെ മരുഭൂമിയാകുന്ന ജീവിത അവസ്ഥകളിൽ തന്റെ കൃപകളാൽ നിറച്ച് പരിശുദ്ധ പ്രത്യേകിച്ച് തന്റെ ശക്തമായ മധ്യസ്ഥത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു പച്ചപ്പ് നിറയട്ടെ എന്ന് ഇത് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ കുടുംബത്തിലോ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതലും ഞാൻ ഈ നിമിഷം നൽകുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നിങ്ങളുടെ അസാധ്യമായി ഒന്നുമില്ല കേട്ടാ. ഇത് അനുഗ്രഹിക്കട്ടെ. Lord, be so beautiful blessing. Thank you, Father. നീ പറഞ്ഞ മലയാളം Uh-huh. നമ്മുടെ രണ്ടച്ഛന്മാരുണ്ട്, നമ്മുടെ അച്ഛനുണ്ട്, പ്രകാശനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം. ഒരു കുറവുണ്ടാവില്ല. ശരിക്കും നല്ല പച്ചപ്പുണ്ട് അവിടെ. പച്ചപ്പ്. ഇനി നീ എന്നാ ചേച്ചി താങ്ക്സ് പറയണോ? നമുക്ക് ഇനി വേറെ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. താങ്ക്സ്, വാട്ട് ഓഫ് താങ്ക്സ് ടുക്കലി അല്ലേ ജസിന്ത ചേച്ചി? അയ്യോ, എമ്മ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ. ആശീർവാദം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അതെ 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 അതെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം വളരെ 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 നല്ലതായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ജീനയുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് വാസ് Beautiful. awesome. There is nothing, like immersed into Holy Spirit. Everyone, I hope everybody enjoyed. ജോഷി അച്ഛൻ്റെ ക്ലാസ് ആണെങ്കിലും വളരെ വളരെ കുടുംബങ്ങളിലുണ്ടാകുന്ന പാപത്തിൻ്റെ അധിനിവേശം എങ്ങനെയാണ് ഉണ്ടാകുന്നത് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് വളരെ ലളിതമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിധം അച്ഛൻ ക്ലാസ് എടുത്ത് അതും വളരെ നന്നായിരുന്നു. കൊച്ചുറാണിയുടെ testimony was even good too. Everybody, it's like എല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നി എന്ന് വിചാരിക്കുന്നു. ജോൺസന്റെയും സീതയുടെ സോങ് വാസ് ഗ്രേറ്റ്. You are a good singer. My goodness. എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് വയ്യായിരുന്നു, തൊണ്ടവേദന. ശരിക്കും നല്ലതായിട്ട് പാടി, നല്ല ട്യൂണിന് ഒരു കുഴപ്പമില്ല. എല്ലാം ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ടു. എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. സൗണ്ടിന്റെ ഒന്നും ഒരു പ്രശ്നം തോന്നിയില്ല. ഇല്ല ഞാൻ റിയലി പറയാം, ഞാൻ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നല്ല. എല്ലാം എനിക്ക് നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. മേ ബി കൂടുതൽ ശ്രദ്ധിച്ചത് കൊണ്ടും കൂടെ ആയിരിക്കും. ക്ലാസ് ഒക്കെ നന്നായിരുന്നു, വളരെ നല്ലതായിരുന്നു. കൊച്ചുറാണി പറഞ്ഞു ഒരു വചനം, അതെനിക്ക് കിട്ടില്ല. മാത്യു 5 സംതിങ് ആണെന്തോ, എന്തോ ശത്രുക്കളെ ചെയ്യണോന്ന് പറഞ്ഞ ഒരു വചനം പറഞ്ഞായിരുന്നു. അത് ഓർക്കണില്ല. അതാണ് ഒരാളെ കൊച്ചുറാണി ഇന്ത്യ. മേ ബി she left maybe, or she is here. I think she's left. Okay, we'll find out. അത് കഴിഞ്ഞ് പിന്നെ ജോൺസന്റെ ക്ലാസ് ആണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. പിന്നെ it was all thanks for everybody participated in this class today. I hope everybody enjoyed. Next ക്ലാസ്സിലേക്ക് നമുക്ക് കാത്തിരിക്കാം. Can't wait till next class comes next Thursday, I mean. പിന്നെ എന്താണ്, എല്ലാവർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അനുഭവങ്ങൾ, ജീവിതം? നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവില്